ചിലപ്പോൾ സന്തോഷങ്ങളാകാം, ചിലപ്പോൾ സങ്കടങ്ങളാകാം. അതെന്ത് തന്നെയായാലും കാസ അല്ലേ? ഈ കാസയിൽ എന്താ സംഭവിക്കുന്നത്? ഐക്യത്തിൻ്റെ കൂദാശ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം ഓർമ്മ വരിക? അപ്പം ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ രാത്രിയിൽ വസിച്ചാലും നാഥ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും പറഞ്ഞേ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. വിശുദ്ധ കുർബാന ആഘോഷവും ജീവിതവും. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചത് ഒന്ന് ഓർമ്മിക്കാം. അപ്പോൾ എല്ലാത്തിനും മുമ്പ് എന്താ ചെയ്യേണ്ടേ? പ്രാർത്ഥിക്കണം അല്ലേ? അപ്പോൾ എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. ഈശോനാഥ, ദിവ്യബലിയിൽ ഞങ്ങളുടെ കുടുംബങ്ങളും ഒന്നിച്ച് ഐക്യത്തോടെ പങ്കുകൊള്ളുവാനുള്ള കൃപ നൽകണമേ. ആമേൻ. കണ്ണു തുറന്നേ. അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചതെന്ന് ഓർമ്മിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? എന്താണ്? വിശുദ്ധ കുർബാന സ്നേഹവിരുന്നാണെന്ന് പഠിച്ചു അല്ലേ? പിതാവായ ദൈവം ഒരുക്കുന്ന സ്നേഹവിരുന്നാണെന്നും തൻ്റെ പുത്രനായ ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നതെന്നും പഠിച്ചു അല്ലേ? പിന്നീട് എന്ത് പഠിച്ചു? വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണെന്ന് പഠിച്ചു അല്ലേ? ഐക്യത്തിൻ്റെ കൂദാശ എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം ഓർമ്മ വരിക? ആർക്ക് പറയാം? ഒന്ന് കൈപ്പൊക്കിയേ. ആർക്കാണ്? അനീറ്റ പറയൂ. ആദിമ ക്രൈസ്തവ സഭ. വെരി ഗുഡ്. ഇപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആദിമ ക്രൈസ്തവ സഭയെക്കുറിച്ച് പറഞ്ഞത്? എന്തായിരുന്നു അവരുടെ പ്രത്യേകതകൾ? പരസ്പര സ്നേഹമായിരുന്നു, വിശ്വാസമായിരുന്നു, ഏക മനസ്സോടെ ദൈവത്തെ ആരാധിക്കുക, ഐക്യത്തോടെ പെരുമാറുക അല്ലേ? അപ്പോൾ വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണെന്ന് നമ്മൾ പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഓക്കെ. പിന്നീട് നമ്മൾ എന്താ പഠിച്ചത്? വിശുദ്ധ കുർബാനയിലെ 4 തിരുക്കർമ്മങ്ങൾ ഏതൊക്കെയാണ്? ആർക്ക് പറയാം? ഒന്ന് കൈപ്പൊക്കിയേ. യവ പറയുന്നുണ്ട്. പറഞ്ഞോ. 1 പ്രാരംഭകർമ്മം, വചനപ്രഘോഷണ കർമ്മം. 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതായിരുന്നു? സ്തോത്രയാഗ കർമ്മം. വെരി ഗുഡ്. 4 സമാപന കർമ്മം. ഓക്കെ. നിങ്ങളെല്ലാം ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ, അതായത് അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നത് എപ്പോഴാണ്? ആർക്ക് പറയാം? ലെനോറ പറയൂ. സ്തോത്രയാഗ പ്രാർത്ഥന. വെരി ഗുഡ്. നിങ്ങളതൊക്കെ ഓർക്കുന്നില്ലേ? ഇതൊക്കെ ഒന്നും മറന്നു പോരുത് കേട്ടോ. എന്താണ്? വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മറന്നു പോരുത്. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ രാത്രിയിൽ എത്ര പേരുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്? ഒന്ന് കൈപോക്കേ. ഭൂരിഭാഗം പേരുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലേ? വെരി ഗുഡ്. ഇനി അല്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും പരസ്പരം അന്നത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യും. ചിലപ്പോൾ സന്തോഷങ്ങളാകാം, ചിലപ്പോൾ സങ്കടങ്ങളാകാം. അതെന്ത് തന്നെയായാലും നമ്മളത് ഷെയർ ചെയ്യും. അങ്ങനെ പരസ്പരം പങ്കിടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ ബന്ധം കൂടുതൽ ദൃഢമുള്ളതാകും ഇല്ലേ? ആദിമ ക്രൈസ്തവ സഭയിലെ പോലെ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഇനി ചെയ്യാത്തവർ ഈ രീതി തന്നെ ചെയ്യണം. എന്താ കാര്യം? നമ്മുടെ ഇടവകയാകുന്ന കുടുംബത്തിലും ഒരു വീടുണ്ട്. ഏതാണ് ആ വീട്? ആർക്ക് പറയാം? മിന്നു പറയുന്നുണ്ടല്ലോ, പറഞ്ഞോ. പള്ളി, ദൈവാലയം, നമ്മുടെ ചർച്ച്. വെരി ഗുഡ്. അപ്പോൾ ദേവാലയത്തിൽ നമ്മൾ എല്ലാവരും വിശ്വസ്തയോടെ, ഐക്യത്തോടെ, പരസ്പര സ്നേഹത്തോടെ നടത്തുന്ന കൂദാശയാണ് ദിവ്യബലി. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന
വിശ്വാസി സമൂഹത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കൂദാശയാണ്. വ്യക്തമായോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വിശുദ്ധ വസ്തുക്കൾ പരിചയപ്പെടാം. ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കൾ. ദാ ഇവിടെ നോക്കിയേ, എന്താണിത്? അൾത്താര. എല്ലാവർക്കും അറിയാം അല്ലേ അൾത്താര? ആർക്കും സംശയമില്ല. ഈ അൾത്താരയിലാണ് അപ്പവും വീഞ്ഞും യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നത് അല്ലേ? എല്ലാവർക്കും അത് ക്ലിയർ അല്ലേ? ശരി, ഇനി അടുത്തത് എന്താണ്? ആർക്ക് പറയാം? മിന്നു പറഞ്ഞോ. സക്രാരി. ഈ സക്രാരിയിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഒരു പ്രകാശമുണ്ടാവും ഈ സക്രാരിയിൽ ചുറ്റും. ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവരൊന്ന് കൈപൊക്കിയേ. അധികം പൊങ്ങുന്നില്ല. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ലൈറ്റ് അല്ലെങ്കിൽ വെളിച്ചം, ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അവിടെ യേശു സന്നിഹിതനായിരിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ. ഇത് ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത് വൈദികൻ വിശ്വാസികൾക്ക് നൽകും. അതിനുശേഷം ബാക്കി വരുന്ന അപ്പമോ, അതായത് യേശുവിൻ്റെ തിരുശരീരം, ഇതെവിടെയാണ് സൂക്ഷിക്കുക? വിശുദ്ധ കുർബാനയിൽ അത് സൂക്ഷിക്കുന്നത്, ബാക്കി വന്ന ഈശോയുടെ തിരുശരീരം സൂക്ഷിക്കുന്നത് ഈ സക്രാരിക്കുള്ളിലാണ്. അതുകൊണ്ടാണ് ഈ സക്രാരിയിൽ ഒരു പ്രകാശം എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പം മനസ്സിലായോ? ആ പ്രകാശം സൂചിപ്പിക്കുന്നത് ഈശോയുടെ തിരു സാന്നിധ്യമാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് കാസ അല്ലേ? ഈ കാസയിൽ എന്താ സംഭവിക്കുന്നത്? പറഞ്ഞോളൂ. വെരി ഗുഡ്. വീഞ്ഞ് ഈശോയുടെ തിരുരക്തമായി മാറുന്നു. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ? നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. വെരി ഗുഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് സന്ദർഭത്തിലാണ്, ഏത് തിരുക്കർമ്മ നിമിഷമാണ് ഇതാവുന്നത്? ഓർക്കുന്നുണ്ടോ? ആർക്ക് പറയാം? കൈപൊക്കിയേ. ലെനോറ പറഞ്ഞോളൂ. സ്തോത്ര യാഗ പ്രാർത്ഥനയിൽ. വെരി ഗുഡ്. നിങ്ങളെല്ലാവരും പഠിച്ചതാണല്ലേ? സ്തോത്രയാഗ പ്രാർത്ഥനയിലാണ് ഈശോയുടെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നത്. അത്രയും എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇതെന്താണ്? ആർക്കെങ്കിലും അറിയാവോ? കൈപൊക്കിക്കേ. ഏബൽ പറഞ്ഞേ, എന്താണ്? വായനാപീഠം. വെരി ഗുഡ്. വായനാപീഠം നമ്മൾ പഠിച്ചു. 1ാം വായന, 2ാം വായന, അതിനുശേഷം സുവിശേഷ പ്രഘോഷണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ആർക്കെങ്കിലും പറയാവോ? ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? പറഞ്ഞോളൂ. വിശ്വാസികളുടെ പ്രാർത്ഥന. ഈ 4 കാര്യങ്ങളും ഈ വായനാപീഠത്തിൽ വെച്ചാണ് നിർവഹിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഇത്രയും നമ്മൾ കണ്ടത് അൾത്താരയിലാണ്. ഇനി അൾത്താരയിൽ നീങ്ങിയിട്ട് ഒരു വിശുദ്ധ വസ്തുവിനെ നമുക്ക് പരിചയപ്പെടാം. ഏതാണ്? നോക്കിയേ. ജ്ഞാനസ്നാന തൊട്ടി. നമ്മുടെയൊക്കെ ജ്ഞാനസ്നാനം നടത്തിയത് ഇവിടെ വെച്ചാണ് അല്ലേ? നിങ്ങളുടെ എത്ര പേരുടെ ജ്ഞാനസ്നാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? അറിയാവുന്നവർക്കൊന്ന് ഓർമ്മയുള്ളതൊന്ന് കൈവക്കിയേ. ഭൂരിഭാഗം പേരും കൈവക്കിയിട്ടുണ്ടല്ലോ. ശരിക്കും ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ജ്ഞാനസ്നാനം നടത്തിയത്? കുഞ്ഞായിരുന്നപ്പോഴല്ലേ? അപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ. ഓക്കെ. എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ അനുജന്മാരുടെയോ അനുജത്തിമാരുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കുട്ടികളിലേക്ക് ജ്ഞാനസ്നാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായില്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ കുർബാന എന്ന കൂദാശ എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഓക്കെ, സാർ പറഞ്ഞു തരാം. 2 തവണ പറഞ്ഞു തരും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഓക്കെ, റെഡിയല്ലേ? നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവസ്വഭാവവും അടക്കിക്കൊള്ളുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. കേട്ടോ? ഒന്നുകൂടി പറയാം. നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവസ്വഭാവവും അടക്കിക്കൊള്ളുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഒന്ന് വിലയിരുത്താം. ഏറ്റവും ആദ്യം പഠിച്ചു വിശുദ്ധ കുർബാന ബലിയാണ്.
അതിനുശേഷം വിശുദ്ധ കുർബാന സ്നേഹവിരുന്നാണെന്ന് പഠിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാന അനുസ്മരണമാണെന്ന് പഠിച്ചു. അതിനുശേഷം വിശുദ്ധ കുർബാന ആഘോഷമാണെന്ന് പഠിച്ചു. അനുസ്മരണം പഠിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അനുസ്മരണം? ഈശോയുടെ പെസഹ ദിവസത്തെ പീഡാനുഭവത്തിൻ്റെ അനുസ്മരണമാണ് വിശുദ്ധ കുർബാന. അതുപോലെ തന്നെ ആഘോഷം, യേശുവിലുള്ള നമ്മുടെ വിശ്വാസം, പരസ്പര സ്നേഹവും നമ്മൾ ആഘോഷിക്കുന്നതാണ് വിശുദ്ധ കുർബാനയിൽ. ഇത്രയും വ്യക്തമായില്ല എല്ലാവർക്കും? ഓക്കെ, ഇനി ഈ ആഴ്ചയിലെ പ്രവർത്തനം. നമ്മളിന്ന് ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കളൊക്കെ പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം ഇതാണ്. ദേവാലയത്തിലെ മറ്റ് വിശുദ്ധ വസ്തുക്കൾ ഇന്ന് പഠിച്ചതും അതിലുൾപ്പെടുത്താം. ഇതെല്ലാം മാതാപിതാക്കളുടെ സഹായത്തോടെ ശേഖരിക്കുകയോ അല്ലെങ്കിൽ വരയ്ക്കുകയോ ചെയ്തിട്ട് അതിൻ്റെ ഉപയോഗം എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുക. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്കൊരു ആക്ഷൻ സോങ് ആയാലോ? എല്ലാവർക്കും ആക്ഷൻ സോങ് ഇഷ്ടമല്ലേ? റെഡിയാണോ? ഓക്കെ. ആദിമസഭയുടെ ഐക്യം നമ്മിൽ തുടരാനുതകും ദിവ്യബലി, അനുദിനമാദരവാലണയേണ്ടും സ്നേഹവിരുന്നീ ദിവ്യബലി. ആദിമസഭയുടെ ഐക്യം നമ്മിൽ തുടരാനുതകും ദിവ്യബലി, അനുദിനമാദരവാലണയേണ്ടും സ്നേഹവിരുന്നീ ദിവ്യബലി. ദിവ്യശരീരവും അതുപോൽ തവ തിരുനിണവും നൽകും സ്നേഹബലി. ദിവ്യശരീരവും അതുപോൽ തവ തിരുനിണവും നൽകും സ്നേഹബലി. അൾത്താരയിലനു നിമിഷം വാഴും ഈശോയ്ക്കേകാം സ്തുതിഗീതം. എല്ലാവർക്കും ആക്ഷൻ സോങ് ഇഷ്ടമായോ? എല്ലാവരും നന്നായിട്ട് കളിച്ചു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ്. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം അല്ലേ? തുടങ്ങിയതും പ്രാർത്ഥനയിൽ, അവസാനിക്കുന്നതും പ്രാർത്ഥനയിൽ. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു പിടിക്കുക. ഈശോനാഥ, വിശുദ്ധ ബലിയിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത പോലെ ഞങ്ങൾക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.